രാധിക, തന്റെ ശബ്ദവും ഭാവവും വളരെ നല്ലതാണ്. എത്ര കഠിനമായ പാട്ടാലും രാധികയുടെ കണ്ഠത്തിന് അത് വളരെ ലളിതമായിരിക്കും. ഇന്ന് സ്റ്റുഡിയോയിൽ എന്റെ സംഗീതത്തിൽ രാധിക പാടിയ പാട്ടില്ലേ, സത്യം പറഞ്ഞാൽ അതെന്നെ ശരിക്കും വിസ്മയിപ്പിച്ചു. അതുകൊണ്ട് അസുഖം മാറുന്നവരെ ഔട്ട് ഹൗസിൽ നിൽക്കട്ടെ, ഇങ്ങോട്ട് വരാണ്ടിരുന്നാ മതിയല്ലോ. അത് വേണോ ചന്ദ്രു? റിസ്ക് എടുക്കണോ? അല്ലാതിപ്പോ എന്താ ചെയ്യാ? സാറെ ഒന്ന് സമ്മതിക്കും. ഓക്കെ. ചന്ദ്രശേഖരൻ ഒരു കാര്യം പറഞ്ഞ അത് തള്ളിക്കളയാൻ പറ്റില്ല. ഔട്ട് ഹൗസിൽ തങ്ങിക്കോട്ടെ. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉള്ളവരുമായി സമ്പർക്കം പുലർത്താനോ പാടില്ല. താൻ കേട്ടല്ലോ, വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. പോവാൻ നോക്ക്. ചന്ദ്രേട്ടാ, അവിടെ ഞാൻ തനിച്ചോ? പിന്നെ ആര് വന്ന് കൂട്ടിരിക്കാനാ തനിക്ക്? അവിടെ എന്താ ആരും ഒറ്റയ്ക്ക് കഴിയാറില്ലേ? കുറെ ദിവസം അമ്മ അവിടെ കിടന്നല്ലോ. ഉർവശി, ചന്ദ്രു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കാം. അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും. അത് ചിലപ്പോ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങ് ആയിപ്പോകും. വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അങ്ങനെ ചെയ്യല്ലേ ചന്ദ്രേട്ടാ. മുമ്പൊക്കെ ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടുമ്പോ അത് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്, ശരിക്കും മനസ്സിലാവുന്നുണ്ട്. വാ. എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന വരുൺ. ആ കോറസ് പാടിക്കഴിഞ്ഞാ ഒരു ദിവസത്തെ പ്രതിഫലം കിട്ടുന്നു പറഞ്ഞു. അതായിക്കോട്ടെ എന്ന് പറഞ്ഞ് കേറി നിന്നതാ. അതാ എനിക്ക് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ആയത്. കറങ്ങിത്തിരിഞ്ഞ് എന്തായി? എടോ, പ്രിയങ്കയോ സുകുമാരിയോ ആ പാട്ട് അവരുടെ സിനിമയിൽ ഉൾപ്പെടുത്തണ്ട. പക്ഷേ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടർ, അതും തന്റെ അമ്മ പോലും ഗുരുവായി കാണുന്ന രാജാജിയെ പോലെ ഒരാള് തന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. കോറസ് പാടാൻ ചെന്ന് തന്നെ കൊണ്ട് ഒരു പാട്ട് മുഴുവൻ പാടിപ്പിച്ചു. നല്ലതാണെന്നുള്ള അഭിപ്രായവും പറഞ്ഞു. എടോ, ഇത്രയൊക്കെ തന്റെ ജയമല്ലേ? പിന്നെ അത് കഴിഞ്ഞ് സുകുമാരി വന്ന് കാശിന്റെ അഹങ്കാരം കാണിച്ചുവെങ്കിൽ അവരാവഴിക്കും പോട്ടെന്നേ. വരുൺ പറയുന്നൊക്കെ സത്യ. പക്ഷെ ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അമ്മയുടെ സംഗീതം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നത്. പാടിക്കഴിഞ്ഞാലും നല്ല അഭിപ്രായ. സിനിമയിൽ പാടിയോന്ന് ചോദിച്ചാ പാടി. ആരെങ്കിലും കേട്ടോന്ന് ചോദിച്ചാ ഇല്ല. മായാജാലമാ. എടോ, തന്റെ കൃഷ്ണൻ മായാജാലത്തിന്റെ ആളല്ലേ? അവസാനം നോക്കിക്കോ, ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് അവസാനം ഒരു നല്ല പദവി എടുത്ത് കയ്യിലോട്ട് വെച്ചുതരും. അപ്പോഴേക്കും കുഴിക്കടിയിൽ പോയിട്ടുണ്ടാവും. ഈ ആളാണോ നല്ല കോൺഫിഡൻസ് കാണിക്കുന്നത്? ഇപ്പോ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് നല്ല തളർച്ചയോടെ വന്നിരുന്നാല് ഇനി അരമണിക്കൂർ നീണ്ട ഒരു ക്ലാസ് ഉണ്ടല്ലോ, മോട്ടിവേഷൻ. അതെന്താ സ്വന്തം കാര്യത്തിൽ അപ്ലൈ ചെയ്യാത്തത്? താൻ പേടിക്കണ്ട. എടോ, ഗായിക രാധയ്ക്ക് മലയാള ചലച്ചിത്ര ലോകം വെയിറ്റ് ചെയ്യുന്നൊരു സമയം വരും. പിന്നെ എന്നെ തേടി മലയാള സിനിമ ഉടലോടെ വന്ന് നിൽക്കും. രാജാജി സാറ് മ്യൂസിക് ഡയറക്ടർ. നമസ്കാരം. നമസ്കാരം. സാറെന്താ ഈ വഴിക്ക്?
അതാ എനിക്ക് ഈ വഴി വരാൻ പാടില്ല. അയ്യോ അതല്ല, ഞങ്ങളിപ്പോ സാറിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അത് ശരി. രാധിക, തന്റെ ശബ്ദവും ഭാവവും വളരെ നല്ലതാണ്. എത്ര കഠിനമായ പാട്ടാലും രാധികയുടെ കണ്ടത്തിന് അത് വളരെ ലളിതമായിരിക്കും. ഇന്ന് സ്റ്റുഡിയോയിൽ എന്റെ സംഗീതത്തിൽ രാധിക പാടിയ പാട്ടില്ലേ, സത്യം പറഞ്ഞാൽ അതെന്നെ ശരിക്കും വിസ്മയിപ്പിച്ചു. എത്രയോ പ്രശസ്തരായ ഗായകരുടെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യ ഗാനം ആരും കേൾക്കാതിരുന്നിട്ടുണ്ട്, അറിയോ? ഇപ്പോ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് കിടക്കണ്ട. നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ മുകളിൽ ഇത് വീഴും. കൊച്ചു കൊച്ചു മുള്ളുകൾ താഴെ ഉണ്ടാവും. നമുക്ക് താങ്ങാവുന്നൊക്കെ ചവിട്ടി അപ്പുറത്തേക്ക് പോവാ. അല്ലാത്തതിനെ മാത്രം ഒതുക്കി വെച്ച് മുന്നോട്ട് പോവാ. സത്യം പറഞ്ഞാല് ഇത്രയും ശബ്ദമുള്ള ഒരാളെ ഏതോ പൂർവ്വരാഗത്തിന്റെ പേരിൽ അപമാനിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. പിന്നെ കാലം കുറച്ചായി പണക്കാരുടെ ഇത്തരം വിരോധങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് അതിലെനിക്ക് വലിയ അത്ഭുതവും തോന്നില്ല. അതെ, ഞാനൊരു യാത്രയിലാണ്. നാഗർകോവിലിനടുത്ത് ഒരു കച്ചേരിയുണ്ട്. സാധാരണ ഇവിടെ പോകുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് തൊഴാറുണ്ട്. എന്നാ ശരിയപ്പോ ഞാൻ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, സംസാരിക്കാം. സർ, ഞങ്ങളങ്ങോട്ട് ബന്ധപ്പെട്ടോളാം. ആയിക്കോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ രാധികയോട് പറയാം. തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്. എത്ര പേര് തള്ളിക്കളയാൻ ശ്രമിച്ചാലും സംഗീത ലോകത്ത് താൻ തന്നെ അടയാളപ്പെടുത്തിയിരിക്കും. അതിലെനിക്ക് സംശയവുമില്ല. താങ്ക് യു സർ. അതെ, മലയാള സിനിമ ഉടലോടെ വന്ന് നിൽക്കുമെന്ന് ചോദിച്ചതല്ലേ, ഇപ്പൊ എന്തായി? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ, പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇതിൽ കൂടുതൽ എന്താടോ വേണ്ടത്? ശരിയാ, അദ്ദേഹത്തിന്റെ നാവിൽ ഇങ്ങനെയൊക്കെ കേൾക്കാന്ന് പറഞ്ഞാല് അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതെ, തൽക്കാലം അടുത്തുള്ളപ്പോഴൊക്കെ എങ്ങനെ ചേർത്ത് പിടിക്കാം. കുറച്ചു കാലം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ആരാധകരുടെ കയ്യിലായി പോയാലോ? പോ അവിടുന്ന്. പോവാം. ഇങ്ങോട്ടല്ലേ പോണ്ടേ? ആ ഓക്കെ. സൂര്യ, അമ്മയും അച്ഛനും എന്നോട് എങ്ങനെ പെരുമാറുകയെന്ന് അറിയില്ല. താൻ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ സംശയിക്കുന്നത്? അവരെപ്പോഴാണോ തന്നോട് മുഷിഞ്ഞ് പെരുമാറിയിട്ടുള്ളത്? അവര് വേദനിച്ചിട്ടുണ്ട്. വേദന സഹിക്കാൻ പറ്റാതെ ആവുമ്പോ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. താൻ നോക്കിക്കോ അവരെങ്ങനെ പെരുമാറുന്നേന്ന്. മോനെ, ആ മോനെ, അമ്മേ, അച്ഛനെവിടെ അമ്മേ? അച്ഛൻ നീ കുളിക്കാൻ കയറിക്കുക. ആഹാ, അതെ, ഞങ്ങൾ മുത്തശ്ശിയുടെയും വരുണിന്റെയും രാധികയുടെയും കൂടെ അമ്പലത്തിൽ പോയി കുറെ വഴിപാടുകളൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് തനിച്ച് യാത്ര ചെയ്തു. ആഹാ, നന്നായി.